2012 ജനുവരി മാസത്തിൽ നമ്മൾ റെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതായത് ഒരു അറബിയെ കണ്ട് പറഞ്ഞൊരു ലാൻഡ് എടുത്ത് റെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. 2 മാസം കൊണ്ട് പണി തീരുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. 5 ലക്ഷം ദിർഹത്തിൽ ഇത് നിൽക്കും. അന്ന് 5 ലക്ഷം ദിർഹത്തിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമുക്ക് 5 മില്യൻ്റെ വിലയാണ്. ഓക്കെ, ഇതിൽ വിൽക്കുമെന്ന് വെച്ചാണ് നമ്മളും തുടങ്ങുന്നത്. പക്ഷേ എന്ത് പറയാൻ, ഇവിടുത്തെ കാര്യങ്ങളും ഓരോ രീതികളും ഓരോ പരിപാടികൾ, പണികൾ, കാര്യങ്ങൾ, ഇവിടുത്തേതായിട്ടുള്ള ഫെസിലിറ്റീസ്, കാര്യങ്ങൾ അത് അതേപോലെ ഓരോരോ ഇതായിട്ട് ചെയ്തു വന്ന് ഓരോന്നിൻ്റെ അപ്രൂവൽ കാര്യങ്ങളൊക്കെ കിട്ടി വന്നപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ 2012 നവംബറിലാണ് നമ്മൾ ഗ്യാരേജ് ഓപ്പൺ ചെയ്തത്. ഏകദേശം ഒരു വർഷം ഞങ്ങൾ 220,000 ആണെന്ന് വാടക. ഒരു വർഷത്തെ വാടക നമ്മുടെ ആദ്യത്തെ കയ്യിൽ നിന്ന് തന്നെ അങ്ങോട്ട് പോയി എന്ന് പറയാം. ഒരു വർഷത്തെ വാടക ഫുള്ള് കയ്യിൽ നിന്ന് പോയി. അതോടുകൂടി നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റി. കാര്യം നമ്മുടെ മൊത്തം ബഡ്ജറ്റ് 500,000. മൊത്തം ബഡ്ജറ്റ് അത് തന്നെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഒപ്പിച്ച് അവിടുന്ന് എടുത്ത് നാട്ടിൽ നിന്ന് ലോണും എടുത്ത് കാര്യങ്ങളെടുത്ത് ഓരോരുത്തർ ഓരോ ലക്ഷം ദിർഹം വെച്ച് ഉണ്ടാക്കുന്ന അന്നത്തെ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫുൾ പ്ലാനിങ്. ഈ 220,000 ഇത് ചിലവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി നമ്മുടെ ഫുൾ പ്ലാനിങ് തെറ്റി. സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം ഇതിൻ്റെ പണിതപ്പോൾ ഒരു ലാൻഡായിരുന്നു, അതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പണിത് ഇവിടെ നമ്മുടെ പ്ലാനിങ് തെറ്റി. എന്തിനു പറയുന്നു, പണി ആയി ഈ നവംബർ മാസം ആയപ്പോഴത്തേക്കും നമുക്ക് ഏകദേശം 1.1 മില്യൺ നമുക്ക് ചിലവായി. നമുക്ക് സ്വപ്നം കാണാൻ പറ്റാത്തൊരു പൈസയാണ്. അതിനുശേഷം നമ്മൾ 2-3 ആളുകളെ അഡീഷണലി നമ്മുടെ കൂട്ടത്തിൽ പാർട്ട്ണർമാരായിട്ട് ചേർത്തു. അങ്ങനെയൊക്കെ ചെയ്താണ് ഈ നവംബർ ആകുമ്പോഴത്തേനും ഇത് തുടങ്ങി. പക്ഷേ ഇത്രയും വലിയ ബഡ്ജറ്റും ഇത്രയും കാര്യങ്ങളും ചെയ്ത് അതിൽ നിന്നൊന്നും പെട്ടെന്ന് കാര്യങ്ങളൊന്നും പിടിച്ചു കയറൽ നടക്കത്തില്ല. നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ചെയ്ത് നടക്കാണ്ടായി, കൂട്ടത്തിൽ നിൽക്കുന്ന പാർട്ട്ണർമാർക്ക് പൈസ കൊടുക്കാൻ പറ്റാണ്ടായി. എന്തായാലും പൈസ മുടക്കുന്നവർ അവർ അതിൽ നിന്ന് പ്രതീക്ഷിക്കുമല്ലോ. ഞങ്ങൾ 2 പേര് മാത്രം അവിടെ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അതിനുള്ളിലുള്ള കാര്യങ്ങൾ അറിയാം. ഏത് ബിസിനസ് ചെയ്യുന്ന ഒരാളിനോടും ചോദിച്ചാൽ അവർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം. അപ്പുറത്ത് നിൽക്കുന്നവർ ചിലപ്പോൾ അത് കണ്ടുവന്ന് വരില്ല. പുറത്ത് നിൽക്കുന്ന നമ്മുടെ കാര്യങ്ങളായിരിക്കും ബാക്കിയുള്ളവർ നോക്കുന്നത്. അങ്ങനെ കുറേ ഇത് ചെയ്തു. ഇടയ്ക്ക് ആളുകളെ 1-2 പേര് താല്പര്യമില്ലെന്ന് പറഞ്ഞു, നമ്മൾ വേറെ ആളിനെ നോക്കി അങ്ങനെ മാറ്റി. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്തിൽ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം, കാഞ്ഞൂരമ്മയുടെ അനുഗ്രഹം കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു 2-3 വർഷം കൊണ്ടൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരുമാതിരി കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് സെറ്റായി, ബിസിനസ്സായി, ആളുകളെ പിടിച്ചു, കാര്യങ്ങൾ ചെയ്തു, അങ്ങനെ വർക്ക് ചെയ്തു. പിന്നെ നമുക്ക് വണ്ടിയോടുള്ള ഇഷ്ടം, നമ്മുടെ വണ്ടിയോടുള്ള താല്പര്യം, അന്നും ഇന്നും നമ്മൾ നല്ല വൃത്തിയായിട്ട് പണിയെടുക്കണം, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം, ഒറിജിനൽ പാർട്സ് നല്ല വൃത്തിയായിട്ട് പണിയെടുക്കണം, ക്വാളിറ്റി ആയിട്ട് പണിയണം എന്നൊക്കെയുള്ള രീതിയിലാണ് നമ്മുടെ ചിന്തയും. നമ്മുടെ കസ്റ്റമേഴ്സ്, ഇന്നും എൻ്റെ കസ്റ്റമേഴ്സ് അങ്ങനെയുള്ളവർ. നമുക്ക് വണ്ടിയോടുള്ള താല്പര്യവും കൊണ്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സും കുറേ ആളുടെ ഇതൊക്കെ കൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് കാര്യങ്ങൾ. 2016 ആയപ്പം വേറെ നാട്ടിൽ നിന്ന് വേറെ 1-2 പാർട്ട്ണർമാരെ അവിടെ ആഡ് ചെയ്തു. നേരത്തെ ഉള്ള 1-2 പേര് പോയി. അങ്ങനെയൊക്കെ ചെയ്ത് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് അങ്ങനെ അങ്ങോട്ട് പോയി. ഇപ്പോൾ എന്തായാലും ദൈവം അനുഗ്രഹിച്ച് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു 16-17 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സെറ്റായി.